വളരെ വളരെ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കണക്കുകളും വളരെ കൃത്യമായി ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സംഘടനയൊക്കെയാണ് നമ്മൾ പൊതുവെ ആളുകൾ വിലയിരുത്തുക. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ ആ നിലയ്ക്ക് തന്നെയാണ് സംഘടനയെ കാണുന്നത്. മാത്രമല്ല ഇത്തരം ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കും എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉണ്ടാവാറുമില്ല. ഒരുപക്ഷെ പ്രാദേശികമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം ചെയ്തതാകാം ഇത്. ആ നിലയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റാണ് ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടത് എന്നാണ് നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോൾ അങ്ങനെയും ആവാം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയും അത് മറുപടി ജനങ്ങളോട് പറയുകയും ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാധ്യതയാണ്. കാരണം പ്രാഥമികമായി ഒരൊറ്റ കാര്യമേ ഉള്ളൂ സനീഷ. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നീതി നോക്കിയാൽ 158 കുടുംബങ്ങളാണ് ആ പള്ളി കമ്മിറ്റിക്ക് കീഴിലുള്ളത്. അതിൽ 18 കുടുംബങ്ങൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്നത്. ബാക്കിയെല്ലാം മുജാഹിദുകളും സുന്നികളും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത വിഭാഗക്കാരാണ്. ആ നാട്ടിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു പള്ളിയാണിത്. അവരങ്ങനെ കണ്ടെത്തിയ ഒരു പള്ളിയാണ്. 3 കുടുംബക്കാർ ഈ സ്വത്ത് വഖഫായി ദാനം ചെയ്തുകൊണ്ട് ഈ പള്ളി നടത്തിപ്പിന് വേണ്ടി ദാനം ചെയ്ത് 25 സെൻറ്റിൽ ഈ പള്ളി പ്രവർത്തിക്കുകയാണ്. ഇതുവരെ വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ മലയാളത്തിൽ ഖുത്ബ നടത്താനും മറ്റു നേരത്തെ പറഞ്ഞ ഈ കരാർ വ്യവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇതിൻ്റെ നടത്തിപ്പ് ഏൽപ്പിക്കുന്നു. ആ നിലയ്ക്കുള്ള നടത്തിപ്പ്, അതായത് കമ്മിറ്റി വേറെ ഇപ്പുറത്തുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾ ഈ മലയാളത്തിൽ ഖുത്ബ വേണം, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം വേണം, ഇതൊക്കെ അവിടെ ഉള്ളതാണ്, പുതിയ കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവിന് മുമ്പ് തന്നെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ആ സംഗതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഹൈവേ പണി. ഇത് സത്യത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്ത് ഒരു കുറ്റക്കാരൻ എന്ന് പറയും. കാരണം ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കലും ഒക്കെയായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെ ഹൈവേ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഈ 2 കോടി 3 കോടിക്ക് അടുത്ത് 2,70,00,000 മേൽ തുക ഈ പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അതും പള്ളിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഈ പണം എത്തിയതിന് ശേഷമാണ് മൊത്തം സാഹചര്യങ്ങൾ മാറിമറിയുന്നത്. അത് ഒരു കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ്. അപ്പോഴാണ് ഈ ഭൂമി, ഈ വഖഫ് ഭൂമി ഈ ട്രസ്റ്റിൻ്റെ പേരിലേക്ക്, അതായത് അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത്, അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി സംഘടനാ വിശ്വാസിയായിരുന്ന ആൾ കൂടിയാണ് കേട്ടോ. അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്ന്. അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വാർത്ത ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്.